HR ഷീറ്റിന് പകരം വേണമെങ്കിൽ നമുക്ക് ഇതും ഫ്ലാറ്റ് ഉപയോഗിക്കും. ഫ്ലാറ്റ് ഉപയോഗിക്കുന്ന സമയത്തേക്ക് കാർബണിന്റെ കണ്ടന്റ് വ്യത്യാസമാണ്. നമ്മളിപ്പോൾ സ്റ്റീലിലുള്ളതും ഒരുപാട് മെറ്റീരിയൽ ഉണ്ടല്ലോ. ഇപ്പോൾ സ്റ്റീല്, കാസ്റ്റ് സ്റ്റീല്, നമ്മളെ വണ്ടിയുടെയൊക്കെ മെറ്റീരിയൽ ഉപയോഗിക്കുന്ന വണ്ടിയുടെ പറച്ചൽ ഉപയോഗിക്കുന്ന ടൈപ്പ് കണ്ടില്ലേ. പിന്നെ അതുപോലെ തന്നെ ലീഫിൻ്റെ ഒക്കെ മെറ്റീരിയൽ കണ്ടില്ലേ, സ്പ്രിങ് പോലത്തെ. അങ്ങനെ ഇതിൽ തന്നെ ഹാർഡ്നെസ് ഡിഫറൻസ് വരുത്തിയിട്ട് പല കോലത്തിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും. അത് പല രീതിയിലേക്ക് നമുക്കിത് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഫ്ലാറ്റിലേക്ക് വരുന്ന ആ രൂപ ആയിരിക്കും HR വരുന്ന സമയത്തേക്ക് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കംപ്ലീറ്റ് HR പ്ലേറ്റുകളാണ്. ഈ സൈഡിൽ വരുന്നത് നമ്മൾ ഈ ഒരു രൂപത്തിൽ മാത്രമല്ല കേട്ടോ, ഇത് ഫോൾഡ് ചെയ്യുന്ന രീതിയിലും ചെയ്യലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ഈ ഒരു ഭാഗം നമുക്കിങ്ങനെ കട്ട് ചെയ്ത് ഇറക്കിയിട്ട് ഇങ്ങനെ ഈ രൂപത്തിലും ചെയ്യാൻ പറ്റും. അപ്പോൾ അതെല്ലാം അനുസരിച്ചിട്ട് അതിൻ്റെ ലേസർ കട്ടിങ്ങിൻ്റെ ചാർജും ഇതൊക്കെ വരുന്ന സമയത്തൊക്കെ കോസ്റ്റ് കൂടും. പക്ഷെ ഒരിക്കലും ഈ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇറക്കുന്നത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഇങ്ങനെ ഒരു കട്ടിങ് നമ്മൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ നല്ല ഹെവി വെയിറ്റ് വരുന്നതാണെങ്കിൽ താഴോട്ടേക്ക് ഇങ്ങനെ ബെൻഡായിട്ട് വരാനുള്ള ടെൻഡൻസി എന്തായാലും കാണിക്കും. ഇതിന് ഈ ഒരു ലോഡിൽ കിട്ടുന്ന ഈ ഒരു സ്ട്രക്ചറിൻ്റെ ലോഡായിരിക്കില്ല വരിക. പിന്നെ സ്ട്രക്ചർ വൈസ് ഇതാ എവിടെ വൈബ്രേഷൻ, കമ്പനം ഒന്നും തന്നെ ഇവിടെ എവിടെ അറിയാൻ പറ്റില്ല. ഇത് കയറി കഴിഞ്ഞാലും ഇറങ്ങിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒന്നും തന്നെ ഫീൽ ചെയ്യാൻ പറ്റില്ല.